ത്രിലോകിൻ്റെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എന്താടാ? ഏയ്. ത്രിലോക് ഒന്ന് ചിരിച്ചു. ഞാനിപ്പോൾ വരാം. ത്രിലോക് വേഗം പുറത്തേക്കിറങ്ങി കാറെടുത്ത് പാഞ്ഞു. കിടന്നാൽ ശരിയാവില്ലെന്ന് അറിയാവുന്ന കൊണ്ട് എഴുന്നേറ്റു. സ്ട്രോങ് ആയി ഒരു ടീ ഉണ്ടാക്കി കുടിച്ചു. ത്രിലോക് വളരെ മോശം ഭാഷയിൽ അന്ന് ചീത്ത പറഞ്ഞിട്ട് പോലും ഇത്ര വിഷമം തോന്നിയിട്ടില്ല. രാത്രിയിലേക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് കരുതി മാവെടുത്ത് കുഴച്ച് മൂടി വെച്ചു. ഒരു വെജിറ്റബിൾ ഇസ്റ്റൂ ഉണ്ടാക്കി മാവെടുത്ത് കുഴച്ച് പരത്തി ഓരോന്നായി ചുട്ടെടുത്തു. അധികമൊന്നും വേണ്ട, രണ്ടാൾ തന്നെയല്ലേ. എല്ലാം റെഡിയാക്കി. ഒന്ന് മേൽ കഴുകി വന്നപ്പോൾ പുറത്ത് കാറിൻ്റെ ശബ്ദം കേട്ടു. വേഗം പോയി ഡോർ തുറന്നു. ത്രിലോക് അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. വൈദേഹിക്ക് തിരിച്ചു ചിരിക്കാൻ തോന്നിയില്ല. പക്ഷേ വീട്ടിൽ നിന്ന് പോരുമ്പോൾ അമ്മയുടെ കയ്യിൽ നിർബന്ധിച്ച് കുറേ പൈസ വെച്ചു കൊടുത്തു. അമ്മ വേണ്ടെന്ന് പറഞ്ഞിട്ടും അത് കയ്യിൽ കൊടുത്തു. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മരുമകനല്ല, മകനായിട്ട് കണ്ടാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ അമ്മ വിരുമ്പിപ്പോയിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ മുഖം തിരിക്കാനും തോന്നുന്നില്ല. വെറുതെ ഒരു പുഞ്ചിരി തിരിച്ചു കൊടുത്തു. തീരെ തെളിച്ചമില്ലാതെ. ത്രിലോകിന് ആശ്വാസം തോന്നി. ഫ്രഷായി വന്നാൽ കഴിക്കാൻ എടുത്തു വെക്കാം. ഹാളിലിരിക്കുന്ന കണ്ട് പറഞ്ഞതാണ്. സത്യം പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ടീ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു. വേഗം പോയി കുളിച്ച് ഡ്രസ് മാറി വന്നപ്പോൾ ആള് ഡൈനിങ് ടേബിളിൽ തലവെച്ച് കിടക്കുന്നുണ്ട്. ചെയർ വലിച്ചിട്ടിരുന്നതും ആള് വേഗം എഴുന്നേറ്റിരുന്ന് സെർവ് ചെയ്യാൻ തുടങ്ങി. പ്ലേറ്റ് എടുത്ത് ചപ്പാത്തി ഇടുമ്പോൾ മുഖത്തേക്ക് നോക്കിയില്ല. അവളുടെ ശ്രദ്ധ സെർവ് ചെയ്യുന്നതിലാണ്. സോറി. ത്രിലോക് പറയുന്ന കേട്ട് വൈദേഹി മുഖമുയർത്തി നെറ്റി ചൊളിച്ചു. സോറി. അവൻ വീണ്ടും പറഞ്ഞിട്ട് കഴിക്കാൻ തുടങ്ങി. അവൾക്ക് ചിരി വന്നെങ്കിലും ചിരിക്കാൻ നിന്നില്ല. സൂപ്പർ. ത്രിലോക് അവളെ നോക്കി. ഫുഡ് വളരെ നന്നായിട്ടുണ്ട്. അവനെ ആസ്വദിച്ച് കഴിക്കുന്നതിനിടയ്ക്ക് പറഞ്ഞു. വൈദേഹി പുഞ്ചിരി മറിച്ചുകൊണ്ട് സ്വന്തം പ്ലേറ്റിലേക്ക് വിളമ്പി. കഴിച്ചു കഴിഞ്ഞ ത്രിലോക് വേഗം എഴുന്നേറ്റു. റൂമിലേക്ക് കയറി ഡോർ അടയ്ക്കുമ്പോൾ അവൻ വൈദുവിനെ ഒന്ന് നോക്കി. പ്ലേറ്റെല്ലാം എടുത്ത് കിച്ചണിൽ കൊണ്ടുവയ്ക്കുകയാണ്. അവനൊന്ന് ചിരിച്ചിട്ട് ഡോർ അടച്ചു. വൈദു എല്ലാം എടുത്തു വെച്ച് റൂമിലേക്ക് നടന്നു. ത്രിലോക് പറഞ്ഞതിൽ വിഷമം തോന്നിയെങ്കിലും ഇപ്പോൾ അല്പം ആശ്വാസം തോന്നുന്നുണ്ട്. പിന്നെ 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞുപോയി. പതിയെ പതിയെ രണ്ടാളും തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നതായി രണ്ടാൾക്കും തോന്നിത്തുടങ്ങി. ഈവനിങ് വീട്ടിലെത്തി കഴിഞ്ഞാൽ കൂൾ മൈൻഡ് ആണെങ്കിൽ അന്ന് ഓഫീസിൽ നടന്ന പ്രധാന കാര്യങ്ങൾ വൈദവുമായി ഷെയർ ചെയ്യാൻ തുടങ്ങി. മറുത്തൊന്നും പറയാതെ അവൻ പറയുന്നത് അവളൊരു പുഞ്ചിരിയോടെ കേട്ടിരിക്കും. അവൾ കാതോർത്തിരിക്കുന്ന കാണുമ്പോൾ ത്രിലോകിന് ആവേശം കൂടും. എന്നാൽ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അന്നേ ദിവസം ത്രിലോക് നല്ല ചൂടിലായിരിക്കും. അവനെന്ന് വളരെ ഗൗരവത്തോടെയും മൗനത്തോടെയും ഇരിക്കുമ്പോൾ വൈദു ഒന്നും ചോദിക്കാൻ പോവില്ല. രാത്രി എന്നത്തെയും പോലെ ആഹാരം കഴിക്കുന്ന ദിവസം ത്രിലോക് പുഞ്ചിരിയോടെ വൈദുവിനെ നോക്കി. അവളും തിരിച്ചു പുഞ്ചിരിച്ചു. ഇരുവർക്കും ഇടയിൽ ഒരു സൗഹൃദം വളർന്നു തുടങ്ങിയിരുന്നു. എന്താ ഇത്ര ഹാപ്പി? അവൻ്റെ പ്ലേറ്റിലേക്ക് ചപ്പാത്തി സെർവ് ചെയ്യുന്നതിനിടയിൽ വൈദു ചോദിച്ചു. അതൊക്കെയുണ്ട്. വൈദേഹി നാളെ മോർണിംഗ് റെഡിയായിരിക്കെ. നമുക്കൊരിടം വരെ പോകണം. വൈദു നെറ്റി ചുളിച്ചു. എവിടേക്ക്? സർപ്രൈസ്. അവനങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അവളൊന്നും ചോദിക്കാൻ പോയില്ല. കിടക്കാൻ നേരത്ത് എന്നത്തെയും പോലെ വീട്ടിലേക്ക് വിളിച്ചു. അമ്മയോടും അച്ഛനോടും സംസാരിച്ച് കിടന്നു. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നിൽക്കുമ്പോഴാണ് ത്രിലോക് കിച്ചണിലേക്ക് വന്നത്. താൻ ഇതുവരെ റെഡിയായില്ലേ? അവളൊന്ന് ഞെട്ടി. ദാ കഴിഞ്ഞു. ചട്നി താളിച്ചു പരത്തി അവൾ തിരിഞ്ഞു. താൻ പൊക്കോ, ഇത് ഞാൻ ചെയ്തോളാം. അവൾ ഫുഡ് ഡൈനിങ് ടേബിളിൽ വെക്കാൻ തുടങ്ങിയപ്പോൾ ത്രിലോക് തടഞ്ഞു. അവനത് വാങ്ങി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. വൈദേഹി വേഗം ഡ്രസ് മാറി ഒരുങ്ങി വന്നു. ത്രിലോക് മുൻപേ റെഡിയായി നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. രണ്ടാളും ഒരുമിച്ച് കഴിച്ചിറങ്ങി. വൈദേഹി എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ത്രിലോക് കണ്ണ് രണ്ടും ചിമ്മിക്കാണിച്ചു. പിന്നെ അവളൊന്നും ചോദിക്കാൻ പോയില്ല. തൻ്റെ വീട്ടിലേക്കുള്ള വഴിയെ കാർ പോകുന്നതുകൊണ്ട് അവൾ സന്തോഷത്തോടെ അവനെ നോക്കി. എന്നാൽ വീടിൻ്റെ മുമ്പിൽ മറ്റൊരു കാറും രണ്ടാളുകൾ നിൽക്കുന്നുണ്ട്. അവൾക്ക് ടെൻഷനായി. കാർ നിർത്തിയതും വേഗം ഡോർ തുറന്നിറങ്ങി. ഉമ്മർത്ത് തന്നെ അച്ഛൻ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ട്. അമ്മ കണ്ണീരോടെ ഡോറൊക്കെ അടച്ചു പൂട്ടുന്നുണ്ട്. അച്ഛനും അമ്മയും ഇടുക്കി പോവാണ്. ത്രിലോക് അവളുടെ അടുത്ത് വന്ന് പറഞ്ഞതും എന്തിനെന്ന അർത്ഥത്തോടെ അവൾ അവനെ നോക്കി. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഡോക്ടറാണ്. ഞാൻ അച്ഛനെ അവനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അവൻ്റെ ചേട്ടൻ ഇടുക്കിയിൽ ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുന്നുണ്ടെന്ന്. അവിടെ കൊണ്ടുപോയാൽ വേഗം ശരിയാവുമെന്ന് അവൻ എനിക്ക് ഉറപ്പും തന്നിട്ടുണ്ട്. അച്ഛനും അമ്മയും അങ്ങോട്ട് പോവുക. ത്രിലോക് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് വലതുകൈ കവർന്നു. ഡോർ പൂട്ടി തിരിഞ്ഞ അമ്മ വൈദുവിനെ കണ്ടതും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഉച്ചയ്ക്ക് അവിടെ എത്തണമെന്നുള്ളതിനാൽ നേരത്തെ ഇറങ്ങി. അച്ഛനും അമ്മയും യാത്ര പറയുമ്പോൾ വൈദു കരഞ്ഞു പോയിരുന്നു. ത്രിലോകും അവരുടെ കൈ പിടിച്ചു. ചെറിയ രീതിയിൽ ആൾക്കാരും വന്നിട്ടുണ്ട്, ശിവൻ ഉൾപ്പെടെ. കാറാർന്നു പോകുമ്പോൾ വൈദു വാപുത്തി പിടിച്ചു കരഞ്ഞു. തോളിലമർന്ന കൈകൾ അവളെ അവനോട് ചേർത്ത് നിർത്തി. ഒരു ആശ്രയം കിട്ടിയ പോലെ വൈദു ത്രിലോകിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു കരഞ്ഞു. ത്രിലോകാണെങ്കിൽ നിന്നുരുകയാണ്. ശിവൻ നോക്കി നിന്ന കാരണം
തോളിൽ പിടിച്ചതാണ് ചേർത്തി നിർത്തിയതും അതുകൊണ്ട് തന്നെ. എന്നാലിപ്പോൾ അവളിൽ നിന്ന് വമിക്കുന്ന ചൂട് തന്നെ വല്ലാതെയാക്കുന്നു. നെഞ്ചിടിപ്പേറുന്നു, കൈകൾ വിറയ്ക്കുന്നു. പോട്ടെ മോളെ, അച്ഛൻ സുഖമായി വരും. വൈദേഹി തിരിഞ്ഞു നോക്കി. സുമിച്ചിട്ടയാണ്. മോൻ്റെ വലിയ മനസ്സാ. സുമ ത്രിലോകിനെ തൊഴുതു. അവനൊന്ന് ചിരിച്ച് അവളെ നോക്കി. വൈദുമെല്ലെ അവനിൽ നിന്ന് അകന്നു നിന്നു. ത്രിലോകിന് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. മോൾക്കിപ്പോൾ സുഖമല്ലേ? ത്രിലോക് സുമയോട് ചോദിച്ചതും അവർ കണ്ണീരോടെ തലയാട്ടി. മോൻ്റെ ദയവിൽ അവൾക്ക് സുഖമാണ്. സുമയുടെ കണ്ണു വീണ്ടും നിറഞ്ഞു. വൈദേഹി രണ്ടാളെയും മാറി മാറി നോക്കി. ശരിയെന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, ഓഫീസിൽ പോവേണ്ടതാ. സുമ തലയാട്ടി. രണ്ടാളും കാറിൽ കയറി. വൈദു ഷാൾ കൊണ്ട് മൂക്ക് അമർത്തി തുടച്ചു. സുമ ചിറ്റിയെ അറിയോ? ത്രിലോക് ഒന്ന് ചിരിച്ചു. നമ്മളന്ന് വിരുന്നിന് വന്നില്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നടക്കാനിറങ്ങിയതാ. അപ്പോൾ ആളെ കണ്ടേ. ചുമ്മാ സംസാരിച്ചപ്പോൾ എന്നോട് മോളുടെ അസുഖത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ക്യാഷ് കുറച്ച് കൊടുത്തു. ഹാർട്ടിലാണ് പ്രോബ്ലം. സർജറി റെഡി ആയിട്ടുണ്ട്. അതിനുള്ള പണവും ഞാൻ കൊടുത്തു. അതൊക്കെ ഇത്രയും ക്യാഷ് നമ്മുടെ ഡീലനുസരിച്ച്. ഏയ് താൻ ബേജാറാവേണ്ട, ഇത് ഞാൻ ഡീലിൽ കൂട്ടുന്നില്ല. എന്നാലും അവളുടെ മുഖം തെളിഞ്ഞില്ല. ആ കുട്ടിയെ കണ്ടപ്പോൾ സഹായിക്കാൻ തോന്നി. നമ്മുടെ മാരേജിന് ഒരു വൈറ്റ് ഫ്രോക്ക് ഇട്ട കുട്ടിയല്ലേ? ഞാൻ ഫോട്ടോസൊക്കെ കണ്ടു. എവിടെ നിന്ന് ചോദിക്കണമെന്ന് തോന്നിയെങ്കിലും മിണ്ടിയില്ല. കടങ്ങളും കടപ്പാടുകളും കൂടി വരുന്നു. എങ്ങനെ ഇതൊക്കെ വീട്ടും? തൻ്റെ ജീവിതവും ജീവനും കൊടുത്താൽ പോലും ഇത് തികയില്ല. താൻ ഇറങ്ങുന്നില്ലേ? അവൾ ഞെട്ടലോടെ തല ഉയർത്തി. വീടെത്തിയിരിക്കുന്നു. എന്തൊക്കെയോ ചിന്തിച്ചിരുന്നു. ഡോർ തുറന്നിറങ്ങി. ഗേറ്റ് തുറന്ന് ഉള്ളിൽ കയറി ഒന്ന് തിരിഞ്ഞു നോക്കി. കാർ റിവേഴ്സ് എടുക്കുന്ന തിരക്കിലാണ്. അവൻ ഒന്നുകൂടെ അവളെ നോക്കി പുഞ്ചിരിച്ച് കാറെടുത്തു. മനസ്സിനൊരു തണുപ്പ് ആ പുഞ്ചിരി കണ്ടപ്പോൾ. ത്രിലോക് ചിലപ്പോൾ ഒരു സഹതാപം കൊണ്ടാവും, അല്ലെങ്കിൽ സൗഹൃദം എന്നാൽ തനിക്ക് മറ്റെന്തൊക്കെയോ ചിന്തകൾ, വികാരങ്ങൾ അടിഞ്ഞുകൂടുന്നു. ഓഫീസിലെ വിശേഷങ്ങൾ പറയുമ്പോൾ മുഖം തിരിക്കും. ആ കണ്ണോളിൽ തിളക്കത്തിൽ മയങ്ങുന്ന പോലെ തോന്നിപ്പോവും. പുഞ്ചിരിയുടെ മുഖം തിരിച്ചില്ലെങ്കിൽ ആ മുഖത്തെ മായാവലയത്തിൽ പെട്ടുപോവും. വൈകിട്ട് മേൽപ്പോലും ചെക്ക് ചെയ്യാതെ വീട്ടിലേക്ക് പോവാൻ നിൽക്കുന്ന ത്രിലോകിനെ കണ്ട അജിക്ക് ചിരി വന്നു. ഞാൻ ഇറങ്ങട്ടെ? ത്രിലോക് ഫോണിൽ നിന്ന് നോട്ടം മാറ്റി അജിയെ നോക്കി. എന്താ ഇന്ന് നേരത്തെ? ഇന്ന് മാത്രമല്ല, നാളെ ചിലപ്പോൾ ലീവാക്കും. ത്രിലോക് ഫോണ് പാൻറ്റിൻ്റെ പോക്കറ്റിൽ തിരുകി. നാളെ പറ്റിയാൽ ഇടുക്കി വരെ പോവണം. അജി ഒന്ന് ചിരിച്ചു. അവൾ നിന്നോട് പറഞ്ഞോ അച്ഛനെയും അമ്മയും കാണണമെന്ന്? ഏയ്, അവൾ അങ്ങനെയൊന്നും സംസാരിക്കില്ല. പിന്നെ നൈറ്റ് ഫോൺ ചെയ്യുന്നതൊക്കെ കേൾക്കാം. അതാ ഒന്നുകൊണ്ട് കാണിക്കാമെന്ന് തോന്നി. ആട്ടോണ്ട് അജി ചിരിച്ചു. എന്ത്? അല്ല, നിനക്കൊരു ഇളക്കം ഇല്ലേന്നൊരു ഡൗട്ട്. പോടാ, അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിലും നിന്നെ അവൾ തിരിച്ചു പ്രേമിക്കാൻ വഴിയില്ല. ത്രിലോകിൻ്റെ നെറ്റി ചുളിഞ്ഞു. അതെന്താ? നീ വൈദേഹിയെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ? എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. അജി വീണ്ടും ചിരിച്ചു. ചിരിക്കാതെ കാര്യം പറയടാ. ത്രിലോക് ചൂടായി. അതൊന്നുമില്ല. നമ്മളന്ന് മാരേജിന് ആദ്യമായി ഒരു പെൺകുട്ടിയോട് സംസാരിച്ചത് ഓർമ്മയുണ്ടോ? അവൾ അതിന് സമ്മതിക്കുകയും ചെയ്തു. ഓർമ്മയുണ്ട്. ലാസ്റ്റ് അപ്പച്ചിയോട് പറയാൻ നേരം അവൾ പറ്റില്ലെന്ന് പറഞ്ഞതല്ലേ? അന്ന് അതിൻ്റെ ദേഷ്യത്തിൽ നീ കുറച്ച് കുടിച്ചിരുന്നു. അതും വൈദേഹിയുമായി എന്താ ബന്ധം? ബന്ധമുണ്ടല്ലോ. അന്ന് നീ ദേഷ്യം മൊത്തം തീർത്തത് എന്തോ പിരിവിന് വന്ന അവളുടെ അടുത്താ. എൻ്റെ പൊന്നോ, ഞാൻ ഒരു അടി പ്രതീക്ഷിച്ചതാ. ഞാനോ? എന്നിട്ട്? ത്രിലോക് ഞെട്ടലോടെ അജിയെ തന്നെ നോക്കി. എന്നിട്ടെന്താ? നിന്നെ വേഗം വലിച്ച് കാറിൽ കയറ്റി അവൾ കരഞ്ഞു പോകുന്നേ കണ്ടു. അതന്നെ. ത്രിലോക് ടേബിളിൽ കാലുകൊണ്ട് ഒന്ന് തട്ടി. എന്നിട്ട് നീ എന്താടാ മുമ്പ് ഏത് പറയാതിരുന്നേ? നിനക്ക് ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് ഓർമ്മിപ്പിക്കേണ്ട എന്ന് കരുതി. അല്ല, നീ പോകുന്നില്ലേ? സമയം 7 കഴിഞ്ഞു. അവനെ ഒന്ന് പോർപ്പിച്ച് നോക്കിയിട്ട് ത്രിലോക് ചെയറിലേക്കിരുന്നു. ലാപ്പ് ഓൺ ചെയ്തു. അജി ഒന്ന് ചിരിച്ചിട്ട് ക്യാബിന് പുറത്തേക്ക് ഇറങ്ങി. അവളോട് മോശമായി പെരുമാറിയോ? അതോ അതിൽ കൂടുതലായി? കുടിച്ചു കഴിഞ്ഞാൽ എല്ലാം ഹൈ ലെവലാണ്. ദേഷ്യമാണെങ്കിലും ശരി, സ്നേഹമാണെങ്കിലും ശരി. ത്രിലോക് തലയ്ക്ക് കൈവച്ചിരുന്നു പോയി. ഇനി എങ്ങനെ അവളുടെ മുന്നിൽ ചെന്ന് നിൽക്കും? മുൻപ് അവളോട് പലതവണ ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് തമ്മിൽ കണ്ടിട്ടുണ്ടോ എന്ന്. അപ്പോഴേക്ക് അവളുടെ മൗനം. മെയിലൊക്കെ നോക്കിയിട്ട് മെല്ലെയാണ് ഇറങ്ങിയത്. വീട്ടിലെത്തി കോളിംഗ് ബെൽ 2 തവണ അടിച്ചു കഴിഞ്ഞിട്ടാണ് വൈദു വന്ന് ഡോർ തുറന്നത്. ഉറക്കം തൂങ്ങിയ കണ്ണുകൾ കണ്ടതും ത്രിലോക് സ്വയം ശപിച്ചു. തന്നെ കാത്തിരിക്കുമെന്ന് വെറുതെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സോറി കേട്ടോ, കുറച്ച് ലേറ്റായി. അവനുള്ളിലേക്ക് കയറുമ്പോൾ പറഞ്ഞു. വൈദു അതിന് ചിരിച്ചതേ ഉള്ളൂ. ഫ്രഷായിട്ട് വായോ, കഴിക്കാൻ എടുത്തു വയ്ക്കാം. അവൻ റൂമിൻ്റെ ഡോർ തുറന്നതും വൈദു പറഞ്ഞു. ത്രിലോക് ഒന്ന് തലയാട്ടി. ഫുഡൊക്കെ തണുത്തു. അവൻ കുളിച്ചു വന്നപ്പോഴേക്കും വീണ്ടും ചൂടാക്കി. ഇത്ര സമയം നോക്കിയിരുന്നതാണ്. അമ്മയൊന്ന് വിളിച്ച് സംസാരിച്ച് ബെഡിലിരുന്നതാണ്. അങ്ങനെ ഉറങ്ങിപ്പോയി. അവന് സെർവ് ചെയ്തിട്ട് വൈദു അവൻ കഴിക്കുന്നതും നോക്കിയിരുന്നു. നാളെ നമുക്ക് ഇടുക്കിയിൽ പോയാലോ? വൈദുവിൻ്റെ കണ്ണുകൾ വിടർന്നു. അവൾ വിശ്വസിക്കാൻ കഴിയാതെ അവനെ നോക്കി.
ത്രിലോക് അത് കണ്ട് ഒന്ന് ചിരിച്ചു. നാളെ നേരത്തെ ഇറങ്ങാം, റെഡിയായിരുന്നു. അവൻ എഴുന്നേറ്റു. വൈദുവിനാകെ ഒരു വെപ്രാളമായിരുന്നു. വളരെ ദിവസങ്ങൾക്ക് ശേഷം അച്ഛനെയും അമ്മയും കാണാൻ പോകുന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ കണ്ണിൽ ഉറക്കം വന്നില്ല. സന്തോഷം കൊണ്ടാണ്. രാവിലെ നേരത്തെ തന്നെ ഒരുങ്ങി കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചു, ഒപ്പം ചട്നിയും. കഴിച്ചു കഴിഞ്ഞതും ഇറങ്ങി. ഒരുപാട് ദൂരം യാത്രയുണ്ടായിരുന്നു. ഇടുക്കി എത്തുമ്പോൾ ഉച്ചയായി. രണ്ടു വശത്തും ചെറിയ കാട് പോലെ. റോഡ് ചെറുതാണെങ്കിലും വാഹനങ്ങൾ പോകുന്നുണ്ട്. അച്ഛനെയും അമ്മയും കാണാൻ പോകുന്ന സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. കാറിൽ വെച്ച പാട്ട് ആസ്വദിക്കാൻ കഴിയുന്നില്ല. പണ്ടത്തെ ആശ്രമം തോന്നിക്കും വിധത്തിലുള്ള പാർപ്പിടങ്ങൾ, എല്ലാം മുള കൊണ്ടും മരം കൊണ്ട് നിർമ്മിച്ചവ. വൈദു എല്ലാം നോക്കി നിന്നു. ഡോ വരുന്നില്ലേ? ത്രിലോക് ഇറങ്ങി മുന്നോട്ട് നടന്നു. പുറകെ വൈദുവും. ഡോക്ടറെ കാണാൻ അല്പം കാത്തു നിൽക്കേണ്ടി വന്നു. അവരുടെ സംസാരത്തിൽ മനസ്സിലായി ത്രിലോക് മുമ്പേ പറഞ്ഞിട്ടാണ് വന്നതെന്ന്. വൈദുവിന് ത്രിലോകിനോട് മതിപ്പ് തോന്നി. അത്രയ്ക്കും ഗൗരവമായാണ് ഓരോ കാര്യങ്ങളും ചോദിച്ചറിയുന്നത്. ഇടയ്ക്ക് തന്നെയും പരിചയപ്പെടുത്തി. ഫോണിൽ കണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ ചിരിച്ചു. എങ്ങനെയെന്ന് ചോദിക്കണമെന്ന് കരുതിയെങ്കിലും അവിടെ നാവ് പൊന്തിയില്ല. കാത്തിരിപ്പിന് വിരാമം എന്ന പോലെ ഡോക്ടർ മുന്നോട്ട് നടന്നു. പുറകെ ഞങ്ങളും. അവസാനത്തെ മുറിയിലേക്കാണ് കയറിയത്. അച്ഛനെയും അമ്മയും കണ്ടതും വൈദു ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. കുറേ നേരം സംസാരിച്ചാണ് ഇറങ്ങിയത്. പുറത്തുനിന്ന് വാങ്ങുന്നത് അവിടെ അനുവദിക്കില്ല, അതുകൊണ്ട് ഒന്നും വാങ്ങിയില്ല എന്ന് ത്രിലോക് പറഞ്ഞപ്പോഴാണ് വൈദു അറിയുന്നത്. ഇനി ഇപ്പോഴൊന്നും വരരുതെന്ന് പറഞ്ഞ് ഡോക്ടർ യാത്രയാക്കി. നല്ല ചുറ്റുപാടാണ്. കിളികളുടെ ഒച്ചയും തണുത്ത കാറ്റും, ചുറ്റും പച്ചപ്പും. തിരിച്ചുള്ള യാത്രയിൽ ത്രിലോക് ആലോചനയിലാണ്. മോശമായി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടായിരിക്കോ ഈ അകൽച്ച? എന്നാൽ വൈദു അവനെ തന്നെ നോക്കുകയായിരുന്നു. കുഞ്ഞുങ്ങൾ പിണങ്ങിയ പോലെയാണ് മുഖം. അത്രയ്ക്ക് ക്യൂട്ട്. ഇടയ്ക്ക് മുഖം തിരിച്ചിരുന്നപ്പോൾ ത്രിലോക് മെല്ലെ നോക്കി. പുറത്തേക്ക് നോക്കിയിരിക്കുന്നവളെ കണ്ട് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു.